എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു ചെറിയൊരു അഭ്യർത്ഥന വയ്ക്കുകയാണ്. കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിനും അമ്മകൾക്ക് ചെയ്യാവുന്ന ഏറ്റവും സ്വാഭാവികവും ശക്തിയുള്ളതുമായ പ്രവർത്തനത്തെക്കുറിച്ച് കുറച്ച് വാക്കുകൾ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ശക്തിയുള്ളതാണ് അമ്മമാർക്ക് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും സ്വാഭാവികവും ശക്തിയുള്ളതുമായ ഒരു ചെറിയ പ്രവർത്തനത്തെ പറ്റിയാണ് ഞാൻ കുറച്ച് വാക്കുകൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്താണത്? അതാണ് മുലയൂട്ടൽ, മുലപ്പാൽ കുട്ടിക്ക് കൊടുക്കൽ. മുലപ്പാൽ കുഞ്ഞിന് ഏറ്റവും അനുയോജ്യമായ പ്രകൃതിദത്തമായ ആഹാരം തന്നെയാണ്. ഇത് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും രോഗങ്ങൾക്കെതിരായുള്ള ബോധവൽക്കരണത്തിനും കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും ബോധവൽക്കരണം പറഞ്ഞ് അത് തന്നെ വന്നു. കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും രോഗങ്ങൾക്കെതിരായ പ്രതിരോധത്തിനും ആവശ്യമായ എല്ലാ പോഷകങ്ങളും ആൻറ്റിബോഡികളും എൻസൈമുകളും ഉൾക്കൊള്ളുന്ന ഒരു സമീകരണ ആഹാരം തന്നെയാണ് മുലപ്പാൽ. കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും രോഗങ്ങൾക്കെതിരായ പ്രതിരോധത്തിനും ആവശ്യമായ എല്ലാ പോഷകങ്ങളെയും ആൻറ്റിബോഡികളെയും എൻസൈമുകളെയും ഉൾക്കൊള്ളുന്ന ഒരു സമീകൃത ആഹാരം തന്നെയാണ് മുലപ്പാൽ. അത് ആദ്യത്തെ മുലപ്പാലുണ്ടല്ലോ, ആദ്യം വരുന്ന പാല് കൊളോസ്ട്രം എന്ന് പറയും ഞങ്ങൾ. പ്രതിരോധ ശേഷിയുള്ള ആൻറ്റിബോഡികളിൽ കൊണ്ട് വളരെ സമ്പന്നമാണ്. രോഗപ്രതിരോധ ശേഷിയുള്ള ആൻറ്റിബോഡികളെ കൊണ്ട് വളരെ സമ്പന്നമാണ് ഈ കൊളോസ്ട്രം എന്ന് പറയുന്ന ആദ്യത്തെ മുലപ്പാൽ. അതിനാൽ തന്നെ കുഞ്ഞിന് കിട്ടുന്ന ആദ്യത്തെ വാക്സിൻ തന്നെയാണ് ഈ കൊളോസ്ട്രം കുട്ടിക്ക് കൊടുക്കൽ. ആദ്യം വരുന്ന മഞ്ഞപ്പാൽ, അതായത് ആദ്യം വരുന്ന പാല്, അമ്മയുടെ മുലയിൽ നിന്നും ആദ്യം വരുന്ന പാല് ഏറ്റവും കൂടുതൽ വാക്സിനുകളുള്ള ഒരു ആഹാരം തന്നെയാണ്. അതിന് ആദ്യത്തെ വാക്സിൻ എന്നും പറയാം. പിന്നെ മുലപ്പാൽ കുട്ടികൾക്ക് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കും, അത് വേറൊരു കാര്യം. ഭാവിയിൽ കുട്ടികൾക്ക് മുലയൂട്ടൽ കിട്ടിയ കുട്ടികൾക്ക് ഭാവിയിൽ ക്യാൻസർ വരെ വരാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. ഭാവിയിൽ വലിയ വലിയ ക്രോണിക്കായിട്ടുള്ള സുഖക്കേടുകളൊക്കെ അതിനെ ചെറുത്ത് നിൽക്കാനുള്ള ശക്തി ഈ മുലപ്പാൽ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടാവും. അത് എന്നാണ് മുലപ്പാൽ കഴിച്ച കുട്ടികളും മുലപ്പാൽ കഴിച്ച് വളരാത്ത കുട്ടികളും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ള വസ്തുതയാണ്. അതിനെപ്പറ്റി ദീർഘമായിട്ടൊന്നും ഞാൻ പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് പ്രസംഗത്തിൻ്റെ സമയമല്ല. ഇത് ഒരു ചെറിയൊരു ബോധവൽക്കരണം മാത്രമാണ്. പിന്നെ കുഞ്ഞിന് ഇങ്ങനെ ഭാവിയിൽ പല അസുഖങ്ങൾ വരാണ്ട് നോക്കും എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഈ അമ്മയ്ക്കാണ് ഇത് അതിലും വരെ ഗുണം ചെയ്യുന്നത്. മുലപ്പാൽ അമ്മയ്ക്ക് ഗുണം ചെയ്യും. അതെന്തപ്പോൾ അത്? അമ്മ മുലപ്പാൽ കുടിക്കുന്നില്ല? അല്ല, മുലപ്പാൽ അമ്മയ്ക്കും ഗുണം ചെയ്യും. ഇത് ഗർഭാശയം പഴയ രീതിയിലേക്ക് പോകാനായിട്ട് വളരെ സഹായിക്കും. അതായത് കുട്ടിയെ വഹിച്ചു കൊണ്ടിരിക്കും, ഗർഭപാത്രം കുറച്ച് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. പ്രസവം കഴിഞ്ഞാൽ ഉടനെ അത് പഴയ രീതിയിലേക്ക് ചുരുങ്ങി വരണം. ഇത് പഴയ രീതിയിലേക്ക് ചുരുങ്ങി വന്നില്ലെങ്കിൽ അമ്മയ്ക്ക് അധികമായ പ്രശ്നങ്ങളുണ്ടാവും. അത് വരാണ്ടിരിക്കണമെങ്കിൽ ചുരുങ്ങണമെങ്കിൽ മുലപ്പാൽ കുട്ടിക്ക് കൊടുക്കണം. പ്രസവാനന്തര രക്തസ്രാവം കുറയ്ക്കുകയും ചെയ്യും. അതായത് പ്രസവാനന്തരമുള്ള ഈ ഗർഭപാത്രം കട്ടിയായി കഴിഞ്ഞാൽ ഈ വലുതായി വികസിച്ചിരുന്ന രക്തക്കുഴലുകൾക്ക് ചുരുങ്ങുമല്ലോ. അപ്പോൾ പിന്നെ രക്തപ്പോക്കും കുറയും. കൂടാതെ മുലയിൽ വരുന്ന ക്യാൻസർ, പിന്നെ ഗർഭാശയ ക്യാൻസർ, ഇതൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുമ്പോൾ കുറയുമെന്നാണ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. ഈ അമൃതപാനം മാതാവിനും കുഞ്ഞിനും തമ്മിൽ ഭാവനാപരമായ ഒരു ബന്ധവും സൃഷ്ടിക്കുന്നുണ്ട്. ലോകാരോഗ്യ സംഘടന ശുപാർശ പ്രകാരം കുഞ്ഞിന് ആദ്യത്തെ 6 മാസക്കാലം മുലപ്പാൽ മാത്രമേ നൽകേണ്ടതായിട്ടുള്ളൂ. പിന്നീട് പാകം ചെയ്ത ഭക്ഷണത്തോടൊപ്പം 2 വർഷം വരെ മുലപ്പാലും കൊടുക്കണം. മുലപ്പാൽ കൊടുത്തുകൊണ്ടിരിക്കാം. ആദ്യത്തെ 6 മാസം മുലപ്പാൽ മാത്രം, പിന്നെ 2 വർഷം വരെ മുലപ്പാലും കൂടെ
കുട്ടിക്ക് കൊടുക്കുന്ന ആഹാരത്തിൻ്റെ കൂടെ കൊടുക്കാം. കാരണം ആദ്യത്തെ 2 വർഷം എന്ന് പറയുന്നത് 1000 സുവർണ്ണ ദിവസങ്ങൾക്കിടയിൽ പെടുന്നത്. അമ്മയുടെ വയറ്റിൽ 270 ദിവസവും അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വന്ന ശേഷമുള്ള 730 ദിവസം കൂടെ ചേർന്നാണ് 1000 സുവർണ്ണ ദിവസങ്ങൾ. അപ്പം ഈ 730 ദിവസവും കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കുകയാണെങ്കിൽ അത് കുട്ടിയുടെ വളർച്ചയുടെ മുരടിപ്പിനെ കുറയ്ക്കും, കൺട്രോൾ ചെയ്യും, അത് ഇല്ലാതാക്കും. നല്ലവണ്ണം വളരാൻ തുടങ്ങും, കുട്ടി മുരടിപ്പ് കുറയും. പിന്നെ 2 വയസ്സ് വരെയെങ്കിലും കൊടുക്കണം. വളരെയധികം ചിലവുള്ള ഫോർമുലകളും ആരോഗ്യ പരിശങ്കകൾക്ക് നിറഞ്ഞ ഈ ലോകത്തിൽ വളരെയധികം ചിലവുള്ള ഫോർമുലകളും ആരോഗ്യ പരിശങ്കകളും പല രീതിയിലുള്ള ഫുഡുകളെ പറ്റിയൊക്കെ ധാരാളം അഡ്വർടൈസ്മെൻറ്റുകളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഈ ലോകത്ത് മുലപ്പാൽ സൗജന്യമായും സുരക്ഷിതമായും എപ്പോഴും ലഭിക്കുന്ന ഒരു ആഹാരം തന്നെയാണ്. അതുമാത്രമല്ല, ദുരിത സമയത്തും ഭയങ്കര മഴ പെയ്യുക, ഇടിമിന്നലാണ്, കുട്ടിക്ക് വിശക്കുന്നു, കടയിൽ പോയി പൊടി മേടിച്ചുകൊണ്ട് അമ്മയുടെ മുലപ്പാലുണ്ടല്ലോ, അത് എവിടെ വെച്ച് വേണമെങ്കിലും കൊടുക്കാമല്ലോ. ഏത് ദുരിത സമയത്തും അമ്മ പട്ടിണി കിടന്നാലും മുലയിൽ പാലുണ്ടാവും, അമ്മ വളരെ ദാരിദ്ര്യത്തിൻ്റെ അകത്ത് കിടന്നാലും മുലയിൽ പാലുണ്ടാവും. അമ്മമാരെ ആത്മവിശ്വാസത്തോടു കൂടി മുലപ്പാൽ കൊടുക്കാൻ നമുക്ക് പ്രേരിപ്പിക്കാം. മുലപ്പാൽ ഒരു സാധാരണമായ ആദരിക്കപ്പെടുന്ന സമൂഹം പിന്തുണയ്ക്കുന്ന പ്രവൃത്തിയായി മാറാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കട്ടെ. ഇത് വിലയൂട്ടൽ വാരമായിട്ടാണ് പറയുന്നത്. ഈ ഒരാഴ്ച മാത്രം ഇതിനെപ്പറ്റി പറഞ്ഞാൽ പോരാ, ഇതൊരു ബോധവൽക്കരണ ആഴ്ചയാണ്. ഇത് എല്ലാവരും ഈ 365 സമ്പത്തിഹാര ആഴ്ചകളും ഓർത്തിരിക്കേണ്ട കാലമാണ്. അമ്മമാരെ ആത്മവിശ്വാസത്തോടു കൂടി മുലപ്പാൽ കൊടുക്കാൻ പ്രോത്സാഹിപ്പിക്കാം. മുലയൂട്ടൽ ഒരു സാധാരണമായി ആദരിക്കപ്പെടുന്ന സമൂഹം പിന്തുണയ്ക്കുന്ന പ്രവൃത്തിയായി മാറാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കാം. നന്ദി, നമസ്കാരം.